നമുക്കിന്ന് സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഉണക്കമീൻ ഉലർത്തിയതിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നമ്മൾ സാധാരണ ഉണക്കമീൻ വീടുകളിൽ കറി വയ്ക്കുകയല്ലേ പതിവ്. ഇതങ്ങനെയല്ല, നന്നായിട്ട് ഉലർത്തിയെടുത്തതാണ്. ഇതിന് കഷ്ണങ്ങളായിട്ടുള്ള മീൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ പാര മീനിൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഉണക്കമീൻ ഉലർത്തിയതിൻ്റെ റെസിപ്പി മാത്രമല്ല, അതിൻ്റെ ഏറ്റവും അവസാനമാണ് ഒരു നല്ല ഹൈലൈറ്റ് ഉള്ളത്. അതൊന്ന് കാണണേ, എന്നിട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് പറയണേ. നല്ല പാര കഷ്ണങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉപ്പൊക്കെ അങ്ങ് പോകുമല്ലോ വെള്ളത്തിയിട്ട് വെക്കുമ്പോഴത്തേക്ക്. എന്നിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാളയും ഒരു 3-4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെ കുക്ക് ചെയ്യാൻ, വേറെ ഒരു പാത്രങ്ങളിൽ നമ്മൾ ആക്കേണ്ട കാര്യമില്ല. പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് 2-3 മുളകിട്ട് ഒരു 2 സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. ഈ മൺചട്ടി എന്ന് പറയുന്നത് നമുക്ക് ചൂട് പിടിക്കാൻ പാടാണെങ്കിലും ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഈ ഉള്ളിയിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി, കാരണം ഉണക്കമീൻ മൊത്തം ഉപ്പാണ്. ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അത് ഏകദേശം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഉണക്കമീൻ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഉള്ളിയുമായിട്ടൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മറന്നു പോയിട്ട് പോലും നമ്മൾ ഇനി ഇങ്ങോട്ട് ഉപ്പിട്ട് കൊടുക്കരുതേ. സാധാരണ നമ്മൾ ഈ സമയത്തൊക്കെ ഉപ്പിടുന്ന ഒരു സമയമാണ് കറി കുക്ക് ചെയ്യുമ്പോൾ. ഇത് ഉണക്കമീനകത്തൊക്കെ ഉപ്പ് കാണുമല്ലോ. ചില മീൻ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി അത് ഇളക്കിയതിന് ശേഷം ഒരു 2 മീഡിയം സൈസ് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുടംപുളി ഉണ്ടെങ്കിൽ കുടംപുളി തന്നെ പിച്ചിയിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് കുടംപുളി ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റ് സാധാരണ പുളി അല്പം വെള്ളത്തിൽ അലിയിപ്പിച്ച് ഇട്ട് കൊടുത്താൽ മതി. അത് എപ്പോഴും കറിക്കിടുന്ന പോലെ വേണ്ട, ഒരല്പം പുളി മാത്രം മതി. നമ്മൾ ഉലർത്തിയല്ലേ എടുക്കുന്നത്, ചാറൊന്നുമില്ല. ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇത് നിമന്ന് കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒന്നും വേണ്ട, നിമന്ന് കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തട്ടിക്കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 3-4 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇനി നമ്മളൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റ് ആയിക്കോളും. കൂടുതൽ സമയം ഒന്നും എടുക്കത്തില്ല, നന്നായിട്ട് റോസ്റ്റായിട്ട് ഡ്രൈ ആയിട്ട് വരും. തീ കൂട്ടും ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇതേ കണ്ടില്ലേ, നല്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നല്ല റോസ്റ്റ് ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരല്പം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അത് നല്ല ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് നല്ല മണമാണ് കേട്ടോ. ഇതിപ്പോൾ ഉപ്പ് നോക്കി തന്നെ പകുതിയും കാലിയായിട്ടുണ്ട്, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചട്ടിയിൽ കുക്ക് ചെയ്ത ചട്ടിയിൽ ഇത് സെർവിങ് ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം കുറേ മസാലകൾ പിടിച്ചിരിക്കുമല്ലോ ചട്ടിയിൽ. ഒരു അരത്തവി ചോറങ്ങോട്ട് ആ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ച് നല്ല ഉരുളയാക്കി എടുത്ത് ആ ഉരുള ഒന്ന് കഴിക്കുമ്പോഴേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൂടെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മളൊരു അടിപൊളി ഡിഷ് തയ്യാറാക്കിയിരിക്കുകയാണ്. നല്ല സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.